നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ ബസ് ബൈക്കിൽ തട്ടിയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച രാത്രി 8:45 ഖദീജ മൻസിൽ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിനെ സ്വകാര്യ ബസ് മറികടക്കുന്നതിനിടെ ബസിന്റെ പിൻഭാഗം ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തെറിച്ചുവീണ ബൈക്ക് യാത്രികരായ പെരുമ്പിലാവ് അറക്കൽ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പട്ടാമ്പിയിൽ ആവേശകരമായ വരവേൽപ്പ്. യാത്ര ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന പ്രമേയത്തിലാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ സാഹോദര്യ കേരള പദയാത്ര നടന്നത്. പദയാത്രയ്ക്ക് പട്ടാമ്പിയിൽ ആവേശകരമായ സ്വീകരണം നൽകി. പള്ളിപ്പുറം റോഡിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. മേലെ പട്ടാമ്പി കൽപ്പകയിൽ യാത്ര സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. സുരക്ഷാ വീഴ്ച, നമ്മുടെ ഭരണകൂടത്തിന്റെ പരാജയം, 1000-ലധികം വരുന്ന ആളുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അത്രയും സഞ്ചാരികളുള്ള ഒരു പ്രദേശത്ത് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താത്ത സുരക്ഷാ വീഴ്ചയും മറ്റു പല നിഗൂഢതകളും ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ സുരക്ഷാ വീഴ്ചയും എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഭരണകൂടം അത് നിർവഹിക്കുകയാണ് വേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതും വെറുപ്പിനും വിദ്വേഷത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. മണ്ഡലം പ്രസിഡന്റ് ഷമീർ മർക്കത്തൊടി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ സാജിദ് ഖാലിദ് പ്രമേയ വിശദീകരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി പരമാജി പിഷാരടി, സംസ്ഥാന സെക്രട്ടറി റഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് KC നാസർ, ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി, ഷക്കീല, മൊയ്തീൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ യൂണിറ്റ് നേതാക്കൾ റസാഖ് പാലേരിയെ ആരാർപ്പണം നടത്തി. തുടർന്ന് മറുപടി പ്രസംഗവും നടത്തി. AISF സംസ്ഥാന സമ്മേളനത്തിന് പട്ടാമ്പി ഒരുങ്ങി. ബുധനാഴ്ച മുതൽ 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AISFന്റെ 46ാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് പട്ടാമ്പി വേദിയാകുന്നത്. നാളെ മുതൽ മെയ് 9 വരെയാണ് പട്ടാമ്പി ചോലക്കൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടന സമിതി ഭാരവാഹികൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തും തെരഞ്ഞെടുത്ത 315ഓളം പ്രതിനിധികളാണ് 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. നാളെ വൈകുന്നേരം 4 മണിക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന പതാക ജാഥയും കൊടിമര ജാഥയും സമ്മേളന നഗരിയിൽ സംഗമിക്കും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടക്കും. സാംസ്കാരിക സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട, ഗാനരചയിതാവ് BK ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും. സാംസ്കാരിക സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിയായിട്ടുള്ള സഖാവ് കാനം രാജേന്ദ്രന്റെ പേരുള്ള സാംസ്കാരിക സമ്മേളന നഗരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് KP സുരേഷ് രാജു, അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള സഖാവ് OK സൈലലിനെയും ഈ 2 ജാഥയെയും അവിടെ സമ്മേളന നഗരിയിൽ ഏറ്റുവാങ്ങും. തുടർന്ന് സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത്. സാംസ്കാരിക സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്ത കവിയായിട്ടുള്ള മുരുകൻ കാട്ടാക്കട സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്തെ പ്രശസ്തനായിട്ടുള്ള ഗാനരചയിതാവ്, കവി ഒക്കെ ആയിട്ടുള്ള ഹരിനാരായണൻ ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ അങ്ങനെ സാംസ്കാരിക സമ്മേളനം 7-ാം തീയതി അവസാനിച്ച് 8-ാം തീയതിയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് AISFന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവാണ് സഖാവ് ദിനേശ് ശ്രീരംഗരാജ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് അഡ്വക്കേറ്റ് K രാജൻ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ AIYFന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, അതുപോലെ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി സഖാവ് GR അനിൽ, അതുപോലെ
അങ്ങനെയുള്ള 8-ാം തീയതി രാവിലെ 10 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കും. AISF ദേശീയ ജനറൽ സെക്രട്ടറി ദിനേശ് ശ്രീരംഗരാജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ, AISF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. തുടർന്ന് ഫാസിസ്റ്റ് കാലത്ത് ബദൽ തേടുന്ന വിദ്യാഭ്യാസ മേഖല എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതി രാവിലെ മുതൽ പൊതുസമ്മേളനം ആരംഭിക്കും. 9-ാം തീയതി പൊതുസമ്മേളനം തുടരും. വൈകിട്ട് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സമാപന സമ്മേളനവും നടക്കും. മെയ് മാസം 7-ാം തീയതി പതാക കൊടിമര ജാഥകളുടെ സംഗമമാണ്. പതാക ജാഥ വരുന്നത് ചെറുതുരുത്തിയിൽ വള്ളത്തോൾ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുന്നത്. അത് ചെറുതുരുത്തിയിൽ നിന്ന് ഷൊർണൂർ വന്ന് ഓങ്ങല്ലൂർ വഴി പട്ടാമ്പിയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ കൊടിമര ജാഥ ആരംഭിക്കുന്നത് AISFന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് സുബ്രഹ്മണ്യൻ അകാലത്തിൽ വിട്ടുപോയ സഖാവാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിക്കുന്നത്. പതാക ജാഥയുടെ ക്യാപ്റ്റൻ AISFന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അഖിലേഷും, അതുപോലെ ഡയറക്ടർ സഖാവ് മീനുട്ടി, അതുപോലെ വൈസ് ക്യാപ്റ്റനായിട്ട് AISFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അർജുൻ മുരളീധരൻ എന്നിവർ നയിക്കുന്ന പതാക ജാഥയും കൊടിമര ജാഥ AISFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് K ഷിനാഫ് നയിക്കുന്ന കൊടിമര ജാഥ ഡയറക്ടറായി സഖാവ് ദർശിത്തും, അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് വാസിലും നയിക്കുന്ന കൊടിമര ജാഥയുമാണ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗതസംഘം കൺവീനർ OK സേതലവി, AISF സംസ്ഥാന പ്രസിഡന്റ് SR രാഹുൽ രാജ്, B കബീർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി നെൽവിത്ത് വിതരണം ചെയ്തു. പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പൊന്നുള്ളിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം VS ശിവാസ്, പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി PB സുനിൽകുമാർ, പഞ്ചായത്ത് കോർഡിനേഷൻ പ്രദീപ് ചെറുവാശ്ശേരി, കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ ആലിക്കര, പ്രദീപ് മൂലക്കാട്ട്, ഹനീഫ തെക്കേക്കര, K മണികണ്ഠൻ, രമേശ് ഒറ്റപ്പിലാവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുരുമുളക്, നെല്ല് കർഷകർക്കെല്ലാം അനുഗ്രഹമാകുന്ന യന്ത്രം സ്വയം വികസിപ്പിച്ച കച്ചവടക്കാരൻ ജനങ്ങൾക്കിടയിൽ താരമാകുന്നു. വട്ടംകുളം പോട്ടൂർ മുതുമുറ്റത്ത് മാടേക്കാട്ട് മൊയ്തീൻ എന്ന ഹൈടെക് മൊയ്തീനാണ് നാട്ടിൽ നിന്നും സംഭരിച്ച സാധനങ്ങളും മോട്ടറുമെല്ലാം ഉപയോഗിച്ച് ചുരുങ്ങിയ ചെലവിൽ കുരുമുളക്, നെല്ല് എന്നിവയിലെ പൊടിയും കരടും കളഞ്ഞ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്ന യന്ത്രം വികസിപ്പിച്ചത്. ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹത്തിന് തേങ്ങ, അടയ്ക്ക, കുരുമുളക് കച്ചവടമാണ് ജോലി. ജോലിയിൽ തനിക്ക് ഏറെ ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഇദ്ദേഹം സ്വയം കണ്ടുപിടുത്തത്തിലൂടെ നടത്തിയത്. 1.5 HP മോട്ടോർ, നിട്രോൾ, റൈസ് മില്ലിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ യന്ത്രമൊരുക്കിയത്. ആയിരം കിലോ കുരുമുളക് വൃത്തിയാക്കാൻ 3-4 പേർക്ക് ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ മൊയ്തീന്റെ യന്ത്രത്തിന് ഇതിന് മണിക്കൂറുകൾ മാത്രം മതി. കുരുമുളകിന്റെ തോക്ക, കരടുകൾ, പൊടി, നെല്ലിലെ പതിരടക്കമുള്ള അനാവശ്യമായ വസ്തുക്കൾ എന്നിവ ഒഴിവാക്കാൻ വളരെ ലളിതമായ രീതിയിലാണ് മൊയ്തീന്റെ ഈ യന്ത്രത്തിലൂടെ സാധ്യമാകുന്നത്.
മാർക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിയാണ്. ഇപ്പോൾ ഗിയർ ബോക്സ് വാങ്ങിയത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഗിയർ ബോക്സ് മോട്ടർ തിരിച്ചിട്ട് 1400 തിരിച്ചില്ല 50 തിരിച്ചിലാക്കി ചുരുക്കണം, എന്നിട്ടാണ് ഇത് തിരിക്കുന്നത്. അങ്ങനെ കാറ്റ് തരിക. അപ്പോൾ അത് കുരുമുളക് വേർതിരിച്ച് ഇതിൻ്റെ തോക്ക വേറെടുത്താൽ പൊടി കളയുക, ഫിൽറ്റർ ചെയ്യുക, എന്നിട്ട് ഗാർബിൾ ചെയ്തിട്ട് വിൽക്കാം. നേരത്തെ കുരുമുളകിന്റെ തണ്ട് കളയാനുള്ള ഒരു യന്ത്രവും ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ കുരുമുളക് വേറെടുത്തത് നല്ല കൂലിച്ചിലവാണ്. പൊടി വേറെടുക്കുക, ഇതിൻ്റെ പൊടി കളയുക, തോക്ക കളയുക, മുറി തോക്ക കളയുക, നല്ല ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ആശയം തോന്നിയത്. നമ്മൾ ഈ പൊളീസ് മാർക്കറ്റിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കി ഒരു ഗിയർ ബോക്സ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അവിടെ ഇവിടുന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇത്. KSSPA നേതൃത്വത്തിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കൺവെൻഷൻ നടത്തി. കൂറ്റനാട് വെച്ച് നടത്തിയ കൺവെൻഷൻ സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് OP ഉണ്ണിമേനോൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർ വാർദ്ധക്യത്തിന്റെ പേര് പറഞ്ഞ് ഒരിടത്ത് ഒതുങ്ങിയിരിക്കാതെ തങ്ങളുടെ അറിവും പരിചയവും സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കേണ്ട സന്ദർഭമാണിതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. KSSPA തൃത്താല നിയോജകമണ്ഡലം പ്രസിഡന്റ് EP ഇബ്രാഹിംകുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ K മൂസക്കുട്ടി പ്രവർത്തനാവലോകനം നടത്തുകയും ചെയ്തു. വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് KV അച്യുതൻ മാസ്റ്റർ, ഉഷ കുമ്പിടി, നാരായണൻ പട്ടത്ത്, രാജൻ പൊന്നുള്ളി, KC രാജഗോപാലൻ, K ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തോടനുബന്ധിച്ച് പഹൽഗാവ് ഭീകരാക്രമണത്തെ നിശിതമായി വിമർശിക്കുകയും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നിത്യശാന്തി നേരുകയും ചെയ്തു. ഭീകരരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന ദൃഢപ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടത്തി നിരവധി പേർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലാണ് മാസം തോറും നടന്നുവരുന്ന നാരായണീയ പാരായണ യജ്ഞം നടന്നത്. നാരായണീയ സമിതി കൺവീനർ അർമീന യജ്ഞം ഉദ്ഘാടനം ചെയ്തു. PP മാധവൻകുട്ടി, K ഇന്ദിര, PD ഗീത, P പത്മാവതി, സതി വേണുഗോപാൽ, രമണി അന്തർജനം തുടങ്ങിയവരും മറ്റ് സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. C വേണുഗോപാൽ, PN രാമൻ, N മാധവചന്ദ്രൻ, K രാമചന്ദ്രൻ എന്നിവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികൾക്ക് തുടക്കമായി. എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികളാണ് നടക്കുന്നത്. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും കലാപരിപാടികൾ നടക്കുന്നുണ്ട്. കലാമണ്ഡലം കനംകുമാറിന്റെ ചാക്യാർകൂത്ത് കഴിഞ്ഞ ദിവസം നടന്നു. ഇത്തരം സാമഗ്രികളെ കൊണ്ട് 10 യോജന വിസ്താരത്തിൽ 100 യോജന നീളത്തില് അവിടെ ഒരു ചെറ കെട്ടി, എട്ടക്കെട്ട് കെട്ടി, സമുദ്രത്തില് കെട്ടിയെന്ന് മാത്രമല്ല അതിൽ വിഭീഷണനെ തന്നെ എപ്പോഴും നല്ലത് ശത്രുവിന്റെ പക്ഷത്തിനെ കൂടെ കൂടണതാണ്. എന്തായാലും അത് ഉപകാരക്ഷമമായിട്ടുള്ളതാണ്. അവനെ കൂട്ടി അവനെ മുമ്പിൽ നടത്തി മാർഗദർശി വിഭീഷണ. അങ്ങനെ തെക്കേ സമുദ്രതീരത്ത് അവിടെ എത്തി അവിടെ സേനാനിവേശം ചെയ്യൽ കഴിഞ്ഞു. ആ സൈന്യങ്ങളെ വിന്യസിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങള് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാലോ കാലേ കൂട്ടി ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. അതങ്ങോട്ട് വിസ്തരിച്ച് പറയാൻ നന്നല്ല. ഇപ്പോഴുള്ള കാലത്ത് പറഞ്ഞാൽ അത്ര സുഖാവില്ല, മുഷിയും. കാരണം മുമ്പിലിരിക്കുന്ന വർഗങ്ങളൊക്കെ അത്ര നല്ല, പക്ഷേ ഓരോരോ പ്രായത്തിലുള്ളത് കുറച്ച് മൂത്തതൊക്കെയാണ്. തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 9-ന് പിന്നിൽ തിരുവാതിരക്കളി, കോൽക്കളി, കയർക്കോലാട്ടം, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. വൈകുന്നേരം കൈകൊട്ടിക്കളി, ഭരതനാട്യം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.